ഈ മാസങ്ങൾക്ക് മുൻപ് ബംഗ്ലാദേശ്, ആഴ്ചകൾക്ക് മുൻപ് ബംഗാൾ, ഇപ്പോൾ കാശ്മീർ. എന്താണ് ഹിന്ദുക്കളെ തിരഞ്ഞുപിടിച്ച് മുസ്ലിം തീവ്രവാദികൾ തുടർച്ചയായി കൊല്ലുകയാണല്ലോ. ഹിന്ദുക്കൾക്കും ഈ ഭൂമിയിൽ ജീവിക്കണ്ടേ? ജീവിക്കണ്ട എന്നാണ് അവർ പറയുന്നത്. വളരെ ദാരുണമായ സംഭവമാണ് ജമ്മു കാശ്മീരിലെ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന പഹൽഗാമിൽ, അവിടുത്തെ ബൈസരണിൽ ഇന്നലെ വൈകിട്ട് 3 മണിക്ക് സംഭവിച്ചത്. എന്തായാലും ആൾക്കാരുടെ പേര് ചോദിച്ച് ID കാർഡ് വാങ്ങി നോക്കി, സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ പാൻ്റ് അഴിച്ചു വരെ പരിശോധിച്ചു എന്നാണ്, എന്നിട്ട് വെടിവെച്ച് കൊല്ലുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ആരാണ്? നിങ്ങളുടെ പേര്, നിങ്ങളുടെ വ്യക്തിത്വം. ഇവിടെ നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, അമേരിക്കയിൽ ചെല്ലുമ്പോൾ ചില ആൾക്കാരെ വസ്ത്രമുരിഞ്ഞ് പരിശോധിക്കുന്നുവെന്ന്. അത് മതത്തിൻ്റെയും നിങ്ങളുടെ മതവും നിങ്ങളുടെ പേരുമാണ് വിഷയം എന്നാണ് ഇരവാദം മുഴക്കുന്നവർ നിലവിളിക്കുന്നത്. ഇവിടെ ആർക്കും നിലവിളിക്കണ്ടേ? ഇവിടെ ആർക്കും കൂട്ടക്കരച്ചിൽ നടത്തണ്ടേ? എന്താണിത്? ഒരു രാജ്യത്ത് വിനോദസഞ്ചാരത്തിന് വേണ്ടി പോയ മനുഷ്യരെ, ആ വിനോദസഞ്ചാരത്തിൽ ആനന്ദിക്കാനും മനസ്സിന് ഉണർവുണ്ടാകാനും ഒക്കെയാണ് നമ്മൾ വിനോദസഞ്ചാരത്തിൽ ഏർപ്പെടുന്നത്, അല്ലേ? അവധിക്കാലം ഒരുപാട് ജോലികളൊക്കെ ചെയ്ത് വലിയ ടെൻഷനും വലിയ പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നവർ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി, മാനസികമായ പിരിമുറുക്കം, സമ്മർദ്ദം ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പ്രകൃതി മനോഹരമായ പ്രദേശങ്ങൾ സന്ദർശിക്കുന്നത്, അവിടുത്തെ അനുകൂലമായ കാലാവസ്ഥയിൽ അതെല്ലാം ആസ്വദിക്കുന്നത്. അങ്ങനെ ജീവിതത്തിൽ സന്തോഷിക്കാൻ വേണ്ടി വന്ന ഒരു കൂട്ടം മനുഷ്യരെ അവരുടെ മതത്തിൻ്റെ പേരിൽ അവർ ഹിന്ദുവായി പോയതുകൊണ്ട് നിരത്തി നിർത്തി വെടിവെച്ചു. ഈ സമാധാനക്കാരായ തീവ്രവാദികൾ അവരുടെ മതത്തെക്കുറിച്ചുള്ള പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞു എന്നും പറയുന്നുണ്ടല്ലോ ചില വിവരങ്ങൾ. കാരണം ആ പ്രാർത്ഥന ചൊല്ലാൻ എന്തായാലും ഹിന്ദുക്കൾക്ക് അറിയില്ല, അങ്ങനെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അങ്ങനെയും കേൾക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഇതിനെ സംബന്ധിച്ച് പുറത്തു വരാനുണ്ട്. ഈ പറയുന്നത് പോലെ NIA അന്വേഷണം ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ മാത്രമേ ഈ വിവരങ്ങൾ കൃത്യമായിട്ട് പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് വളരെ കൃത്യമായി അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ആ ആക്രമണത്തിന് 2 വർഷങ്ങൾക്ക് മുമ്പ് ഇതിന് സമാനമായ ഒരു സാഹചര്യമുണ്ട്. കാശ്മീരി പണ്ഡിറ്റുകളെ തുടർച്ചയായി തന്നെ വേട്ടയാടുന്നത് അവിടുത്തെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവരായിരുന്നു. അതെ. ഇപ്പോൾ 370-ാം വകുപ്പ് ഉൾപ്പെടെ എടുത്തു കളഞ്ഞതിന് ശേഷം അവിടെ ഒരു ടൂറിസവുമായി ബന്ധപ്പെട്ട് വലിയ പുരോഗതിയിലേക്ക് പോവുകയാണ്. അതിനെ തകർക്കുകയല്ലേ ഈ തീവ്രവാദികളുടെ ലക്ഷ്യം? അത് മാത്രമല്ല ലക്ഷ്യം, അതൊരു ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. നിരവധി ലക്ഷ്യങ്ങളുണ്ട്. അതിൽ ഒന്ന് അവിടുത്തെ ടൂറിസത്തെ തകർക്കുക. മാത്രമല്ല അവിടുത്തെ ജനങ്ങൾ ഭയരഹിതരായി വന്ന് വോട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അവർ ജനാധിപത്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ജനാധിപത്യം ഇവരെ സംബന്ധിച്ച് ഹറാമാണ്. അതുകൊണ്ടാണ് ഈ തീവ്രവാദികൾക്ക് അത് ഹറാമാണ്. അവരൊരിക്കലും ജനാധിപത്യത്തെ അനുകൂലിക്കുന്നില്ല. തീവ്രവാദികൾ ന്യൂനപക്ഷമുള്ള സ്ഥലത്ത് ജനാധിപത്യവും മതേതരത്വത്തെയും കുറിച്ച് സംസാരിക്കും. പക്ഷെ അവർ ഭൂരിപക്ഷമുള്ള പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉൾപ്പെടെയുള്ള അവിടെ ഒന്നും ജനാധിപത്യം അവർക്ക് ആവശ്യമില്ല. അവിടെ എല്ലാം അവർക്ക് എന്തിനാണ് പിന്നെ ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും പറയുന്നത് ഈ മതം അല്ലേ? ഈ മതം ഭൂരിപക്ഷമുള്ള കാശ്മീരിൽ വർഷങ്ങൾക്ക് മുൻപ് എന്തായിരുന്നു കണ്ടിരുന്നത്? അതെ, ഈ പറയുന്ന കാശ്മീരി പണ്ഡിറ്റുകളെ അവിടെ ആദ്യം ഒരു അനൗൺസ്മെന്റ് ഉണ്ടായി. ആണുങ്ങളെല്ലാം താഴ്വര വിട്ട് പൊക്കോണം, പെണ്ണുങ്ങളെ ഞങ്ങൾ ഏറ്റെടുത്തോളാം. എന്നുവെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും മക്കളെയും പെൺമക്കളെയും എല്ലാം ഉപേക്ഷിച്ചിട്ട് സ്ഥലം വിട്ടോ, ജീവനിൽ കൊതിയുണ്ടെങ്കിൽ സ്ഥലം വിട്ടോ, ബാക്കി സ്ത്രീകളെ എല്ലാം ഞങ്ങൾ ഏറ്റെടുത്തോളാം, ചെറുപ്പക്കാരികളെയും ഒക്കെ ഞങ്ങൾ ഏറ്റെടുത്തോളാം. ഇങ്ങനൊരു അനൗൺസ്മെന്റ് പണ്ട് അവിടെ ഉണ്ടായി. അതിനുശേഷമാണ് ആക്രമണം. 89-90 കാലത്ത് ജീവനും കൈ പിടിച്ചുകൊണ്ടാണ് ഈ കാശ്മീരി പണ്ഡിറ്റുകൾ, ലക്ഷക്കണക്കിന് കാശ്മീരി പണ്ഡിറ്റുകൾ താഴ്വര വെടിഞ്ഞ് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടത്. അവരാണ് വന്ന് ഡൽഹിയിലും മറ്റുമൊക്കെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നത്. അവിടെയൊന്നും ഒരു മനുഷ്യാവകാശവും. ഇന്ത്യയിൽ മറ്റൊരു മാറ്റം വന്നിട്ടുണ്ട്. അന്ന് കാശ്മീരി പണ്ഡിറ്റുകളെ ഉപദ്രവിച്ചവർ ജീവിതവുമായി മുന്നോട്ട് പോയി. ഇപ്പോൾ ഇന്ത്യക്കാരെ ഉപദ്രവിക്കുന്നവർ ഹൂറികളുടെ അടുത്ത് പോകുമെന്നൊരു ഉറപ്പുണ്ട്. അത് തീർച്ചയാണല്ലോ. അതുകൊണ്ടാണല്ലോ അജ്ഞാതന്റെ വിളയാട്ടം പാകിസ്ഥാനിലും അതുപോലെ കാനഡയിലും ഒക്കെ നമ്മൾ കാണുന്നത്. അജ്ഞാതൻ ആരായാലും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ, ഈ കൂട്ടക്കുരുതിയെക്കുറിച്ചുള്ള നടുക്കുന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ അജ്ഞാതന് നമോവാകം പറയാതിരിക്കാൻ കഴിയില്ല. അജ്ഞാതൻ ആരായാലും, എവിടെയുള്ള ഏത് രാജ്യക്കാരനായാലും അയാൾക്ക് നമോവാകം പറഞ്ഞു പോകും ആരും. കാരണം 28 മനുഷ്യരെ അതിദാരുണമായിട്ട് ഒരു 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 മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചു നിർത്തി കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് എന്ത് മാനവികതയാണ്, എന്ത് മനുഷ്യത്വമാണ്, എന്ത് സമാധാനമാണ് ഇവർ ലോകത്തിന് കൊടുക്കാൻ പോകുന്നത്?
എന്തൊരു നീചമായ കൃത്യമാണ് ഈ ചെയ്തത്. ഇത് വളരെയധികം കൃത്യമായിട്ട് നിരവധി ലക്ഷ്യങ്ങൾ ഇതിനകത്തുണ്ട്. ശ്രീജിത്ത് പറഞ്ഞതുപോലെ ടൂറിസം മാത്രമല്ല, ടൂറിസം തകർക്കുക, അവിടുത്തെ ജനാധിപത്യം തകർക്കുക, അതുപോലെ തന്നെ ഇന്ത്യയുടെ അഖണ്ഡത, നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും പരമാധികാരവും ചോദ്യം ചെയ്യുക. നിങ്ങളൊന്ന് ആലോചിക്കണം, ഇന്ന് നമ്മുടെ നാട്ടിൽ ഇതാ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? നരേന്ദ്രമോദി സൗദി അറേബ്യ എന്ന് പറയുന്ന നമ്മുടെ ചിരകാല സുഹൃത്ത് രാഷ്ട്രവുമായിട്ട് നിരവധി കരാറുകളിൽ ഏർപ്പെടുന്നു, ചർച്ചകൾ നടക്കുന്നു, വലിയ വ്യാപാര വാണിജ്യ സഹകരണത്തിന് ഇന്ത്യയും സൗദി അറേബ്യയും കൈകോർക്കുന്നു. അതിനെല്ലാം അപ്പുറത്ത് സൈനിക സഹകരണത്തിലേക്ക് പോകുന്നു ഇന്ത്യയും സൗദി അറേബ്യയും. നോക്കൂ, നമ്മൾ വച്ചിരിക്കുന്ന ചുവടുവയ്പ് ചെറുതല്ല. കാരണം സൗദി അറേബ്യ പോലെ അതൊരു സമ്പന്ന രാഷ്ട്രമാണ്. അവിടെ അവരുടെ വലിയ രീതിയിൽ അവിടെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ മതത്തിനപ്പുറത്തേക്ക് മനുഷ്യർക്ക് സ്വാതന്ത്ര്യവും ജനാധിപത്യവും പ്രദാനം ചെയ്യുന്ന ഒരു ഭരണ സംവിധാനത്തിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഒരു കരുത്തുറ്റ രാഷ്ട്രം അവരുടെ സുഹൃത്തായി അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ വേണം. അതിനവർ കണ്ടെത്തിയത് ഇന്ത്യയെയാണ്, ഭാരതത്തെയാണ്, ഭാരതത്തിൻ്റെ മഹിമയെയാണ്, നമ്മുടെ പൈതൃകത്തെയാണ്, നമ്മുടെ പാരമ്പര്യത്തെയാണ്. അങ്ങനെയൊക്കെയുള്ള സൗദി അറേബ്യയുമായിട്ട് നമ്മൾ ഇത്രയും വലിയ സഹകരണത്തിൽ ഏർപ്പെടാൻ നിൽക്കുമ്പോൾ ഇങ്ങനൊരു ഭീകരാക്രമണം നടക്കുക. അമേരിക്കയിലെ ഉപരാഷ്ട്രപതി ആദ്യമായിട്ട് ഇന്ത്യ സന്ദർശിക്കുന്ന അവസരത്തിൽ അദ്ദേഹം അധികാരമേറ്റിട്ട് മാസങ്ങൾ പോലും ആയിട്ടില്ല, കേവലം 1-2 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം കുടുംബസമേതം ഇന്ത്യ സന്ദർശിക്കുക, ഇന്ത്യയുമായിട്ട് ഈ വലിയ കരാറുകൾ, സഹകരണത്തിൻ്റെ പുതിയ മേഖലകൾ ഒക്കെ തുറക്കുക, അതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തുക, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ഭാഗത്ത്, അതായത് ഈ പറയുന്നത് പോലെ ഇത്ര നാളുമുള്ള അശാന്തിയുടെ ദിനങ്ങൾ അവസാനിപ്പിച്ച് സമാധാനത്തിൻ്റെ പ്രഭാതം അവിടെ പൊട്ടിവിടർന്ന് ജനങ്ങൾ, അവിടുത്തെ മനുഷ്യർ, അവരേത് ജാതിക്കാരോ ഏത് മതക്കാരോ ആയിക്കോട്ടെ, അവർ ഒരു സുന്ദരമായ ജീവിതത്തിലേക്ക്, മനോഹരമായ സമാധാനപൂർണമായ ഒരു ജീവിതത്തിലേക്ക് മടങ്ങി വന്ന് അവർ മുന്നോട്ട് പോകുമ്പോൾ അതിനെ നശിപ്പിക്കാൻ, അതിനെ തുരങ്കം വയ്ക്കാൻ ഇങ്ങനൊരു ഭീകരാക്രമണം, ഈ നമ്മുടെ ഈ അയൽ രാഷ്ട്രം നമുക്കെന്നും തലവേദനയാണ്. ഇതിനെ എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചേ മതിയാവൂ ഈ തലവേദന. അല്ലാത്ത പക്ഷം ഇനിയും ഈ പുൽവാമയും പഹൽഗാമും ഒക്കെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും, പത്താൻകോട്ടും ഉറിയും ഒക്കെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇത് നമുക്ക് ഇന്നും ഇന്നലെയും മനസ്സിലായതല്ല. ഇത് എത്രയോ കാലമായിട്ട്, കഴിഞ്ഞ സ്വാതന്ത്ര്യം കിട്ടി, ആ വിഭജനാനന്തരം സ്വാതന്ത്ര്യം കിട്ടിയ ആ സമയം മുതൽ നമ്മൾ അനുഭവിച്ചു വരുന്നതാണിത്. ഇത് നമ്മൾ പല സ്ഥലത്തും കണ്ടു കഴിഞ്ഞു. ഇപ്പോഴിതാ ബംഗ്ലാദേശിൽ നിന്ന് നമുക്ക് നേരെ ഉയരുന്ന ഭീഷണി എന്താണെന്ന് നമുക്കറിയാം. ഈ ഭീഷണിയൊന്നും സത്യത്തിൽ നമുക്കൊരു ചെറിയ, നമ്മുടെ ഒരു രോമത്തിൽ തൊടാൻ പോലും ശക്തിയുള്ളവരല്ല ഇവരൊന്നും. പിന്നെയും എന്തിനാണ് നമ്മുടെ രാഷ്ട്രം ഇത് സഹിക്കുന്നത്? ഈ ചോദ്യമാണ് ഉയരുന്നത്. ഈ അയൽപക്കത്ത് കിടക്കുന്ന ഈ തലവേദനകളെ നമ്മൾ എന്തിന് സഹിക്കണം? നമ്മൾ എന്തിന് ഇതിനോട് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം? ഇത് ഈ രാജ്യത്തെ ഭരണാധികാരികൾ പറയേണ്ട മറുപടിയാണ്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഭീകരതയ്ക്ക് മതമുണ്ട്. ആ ഭീകരതയുടെ മതം, ആ മതത്തിനുള്ളിലുള്ളവർ അതിനെ നവോത്ഥാനത്തിലൂടെ, അറിവിലൂടെ, ജ്ഞാനത്തിലൂടെ ആ മതത്തിൻ്റെ ശരിയായ പൈതൃകം മനസ്സിലാക്കി, അതിൻ്റെ സ്വത്വം മനസ്സിലാക്കി ഈ ഭീകരതയെ അതിൽ നിന്ന് തുടച്ചു നീക്കിയില്ലെങ്കിൽ അത് ലോകത്തിന് മുഴുവനും അശാന്തി പകരുമെന്ന് തീർച്ചയാണ്. അത് നമ്മൾ ലോകമെങ്ങും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഈ മതം തലയ്ക്ക് പിടിച്ച, അല്ലെങ്കിൽ വിഷം തലയിൽ കയറിയ ഒരു കൂട്ടം ഈ മതഭീകരരെ, അല്ലെങ്കിൽ ഈ എന്താ പറയേണ്ട, ഈ പേ പിടിച്ച ജന്തുക്കളെ, അവരെ എന്നേക്കുമായിട്ട് ശിക്ഷിക്കേണ്ടതാണ്, ഇതിനെ ഇല്ലാതാക്കേണ്ടതാണ്, ഇതിനെ അവസാനിപ്പിക്കേണ്ടതാണ്. അതിനുള്ള കരുത്തുള്ള ഒരു രാഷ്ട്രമാണ്, ഒരു പക്ഷേ ഇസ്രായേലിനേക്കാൾ കരുത്തുള്ള ഒരു രാഷ്ട്രമാണ് ഭാരതം. അതിനിയും അമാന്തിച്ചുകൂടാ. അതിലേക്ക് എത്രയും വേഗം നടപടികൾ സ്വീകരിക്കേണ്ടതാണ് എന്ന് മാത്രമേ ഈ അവസരത്തിൽ ഈ കൊല്ലപ്പെട്ട ആൾക്കാർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും.